മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ നടി പറഞ്ഞിരുന്നു. പാലക്കാട് UDF ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടെന്ന് ഡോക്ടർ പി സരിൻ. പള്ളികളിലടക്കം ലഘുലേഖ വിതരണം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയ സരിൻ പാലക്കാട് കണ്ടത് അപകടകരമായ വിജയ ഫോർമുലയാണെന്നും കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് CPM നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും വോട്ട് കൂട്ടാനായെന്നും 40,000 വോട്ട് പിടിക്കാനാകുമെന്ന് കരുതിയിരുന്നുവെന്നും കല്ലേറുകൾ കാര്യമാക്കുന്നില്ലെന്നും MP രാജേഷ് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന കനിമൊഴി MP. വൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ കനിമൊഴി പാർലമെന്റിലെ പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തുകൂടുമെന്നും വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് ചർച്ചകൾ NDAയിൽ പുരോഗമിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കുമെന്നാണ് സൂചന. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മഹായുതി സഖ്യത്തിന്റെ വിജയത്തിൽ ഞെട്ടി ഉദ്ധവ് താക്കറെ. 4 മാസത്തിനുള്ളിൽ ഭരണകക്ഷിക്ക് എങ്ങനെയാണ് ഇത്രയധികം സീറ്റുകൾ നേടാനായതെന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പ്രശംസിച്ച് ടെസ്ല CEO എലോൺ മസ്ക്. എങ്ങനെയാണ് ഇന്ത്യ ഒരു ദിവസം കൊണ്ട് 640 മില്യൺ വോട്ടുകൾ എണ്ണുന്നത് എന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവച്ച് ഉപയോക്താവിന് നൽകിയ മറുപടിയിലാണ് മസ്ക് ഇന്ത്യയെ പ്രശംസിച്ചത്. അമേരിക്കയിൽ വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ഇലോൺ മസ്കിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ച മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ. ഭരണത്തിൽ സിലിക്കൺ വാലിയുടെ വർദ്ധിച്ചുവരുന്ന ശക്തിയിൽ അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തെത്തിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച കാനഡ. നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് പാലിക്കുമെന്ന് കാനഡ അറിയിച്ചു. ഓസ്ട്രേലിയക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. 3ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 275 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. സെഞ്ചുറി തികച്ച യശസ്വി ജയ്സ്വാളും ദേവദത്ത് പടിക്കലുമാണ് ക്രീസിൽ. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.